എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഗ്രോസറി ഷോപ്പിംഗ് വ്ലോഗും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡിന്നർ പ്രിപ്പറേഷനുമാണ്. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതൊരു മാർച്ച് അവസാനമൊക്കെ ആകാറായപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഞാൻ ആ വ്ലോഗ് ഇപ്പോഴാണ് ഇടുന്നതെന്നേ ഉള്ളൂ. കാരണം ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തീർന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, ഗ്രോസറി ഐറ്റംസ്. അല്ലെങ്കിൽ പിന്നെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാം കൂടെ പെട്ടെന്ന് സാധനമൊക്കെ വാങ്ങിക്കാൻ പോകാൻ ആ ഒരു പാട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തീർന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുന്നതൊക്കെ റിലയൻസിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു റിലയൻസിലെത്തി. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു തീർന്ന, ഈ കടുക്, ഉഴുന്നുപരിപ്പ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്, തേയില, അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഈ റിലയൻസിലുണ്ടല്ലോ നമ്മുടെ വെളിച്ചെണ്ണ കിട്ടത്തില്ല. ബാക്കിയുള്ള നമ്മുടെ നല്ലെണ്ണയും ഒക്കെ കിട്ടും, പക്ഷേ വെളിച്ചെണ്ണയൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വെളിച്ചെണ്ണ കിട്ടണമെന്നുണ്ടെങ്കിൽ മലയാളികളുടെ തന്നെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കയറണം. അപ്പോൾ അവിടുന്ന് ഞാൻ വേറെ ഇങ്ങനെ പരിപ്പ്, കടല ആ വർഗ്ഗങ്ങളൊന്നും വാങ്ങിക്കത്തില്ല. കാരണം ചില സമയത്ത് അവിടെ അതിനകത്ത് മറ്റേ പുഴുവില്ലേ, ചെള്ള്, ആ സംഭവം കാണും. അതുകൊണ്ട് ഞാൻ അവിടുന്ന് വാങ്ങിക്കത്തില്ല. ഇവിടുന്ന് വാങ്ങിച്ചാൽ അത്രയും കുഴപ്പമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണില്ല. കാരണം ഇവിടെ നല്ല ചിലവുണ്ട്. ഇവിടുന്ന് മിക്കവാറും പേരും ആൾക്കാരൊക്കെ വാങ്ങിക്കുന്ന റിലയൻസിൽ നിന്നാണ്. അപ്പോൾ ഈ കടല, പരിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് വാങ്ങിക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾ പോയിട്ട് വരുന്ന വഴി ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ചു, കാരണം ചൂടൊക്കെയല്ലേ. അപ്പം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഡിന്നർ ഉണ്ടാക്കാം. ഡിന്നറിന് ഞാൻ വിചാരിച്ചു കുറച്ച് പയറ് കുതിർത്തതിരിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ടൊരു പയറ് കറി ഉണ്ടാക്കാം. പിന്നെ പുട്ട്, റാഗിപ്പുട്ടും, എനിക്ക് കുറച്ച് അരിപ്പുട്ടിൻ്റെ മാവ് ഞാൻ ഉണ്ടാക്കിയതിരിപ്പുണ്ട്, പൊടി കുഴച്ചതിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അരിപ്പുട്ടും ശ്രീഹരിക്ക് റാഗിപ്പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഡിന്നറിന് പുട്ടും പയറ് കറി ഉണ്ടാക്കാം. നമുക്ക് ആദ്യം പയറുകറി ഉണ്ടാക്കാം. പയറുകറി ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്ന പയറാണെങ്കിൽ നമുക്ക് ചട്ടിക്കകത്ത് തന്നെ ഇട്ട് വേവിച്ച വേഗം തന്നെ വെന്ത് കിട്ടും. കുക്കറിൽ വേവിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കുതിർത്ത് പയർ ഞാൻ ഇങ്ങനെ ചട്ടിക്കകത്തിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ കുതിർത്തില്ലെങ്കിൽ മാത്രമേ ഞാൻ പ്രഷർ കുക്കറിൽ ആക്കി എടുക്കത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ കൂടെ ചേർത്ത് അത് വേവിക്കാൻ വെക്കുക. പിന്നെ ഇനി നമുക്ക് റാഗിപ്പുട്ടിന് കുഴച്ചെടുക്കാം. അപ്പം റാഗിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സാധാരണ നമ്മുടെ പുട്ടുപൊടി കുഴയ്ക്കുന്ന പോലെ അങ്ങ് കുഴച്ചാൽ മതി. ഇതിനൊരു റാഗിപ്പൊടിയുടെ ഒരു മണം, ടേസ്റ്റും മണവും ഉണ്ട്. മണവും വേറൊരു മണമാണ്, പിന്നെ ടേസ്റ്റും വേറെയാണ് ആക്ച്വലി. പക്ഷെ ദോശ കഴിക്കുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. റാഗി ദോശ കഴിക്കുമ്പം സാധാരണ ദോശയുടെ ഒരു വ്യത്യാസം അത്രയ്ക്ക് കണ്ടങ്ങ് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ പുട്ട് കഴിക്കുമ്പം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. റാഗിപ്പുട്ടും അരിപ്പുട്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ആ ടേസ്റ്റേ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി അരിപ്പുട്ടിൻ്റെ പൊടി ഇരിപ്പുണ്ടായിരുന്നല്ലോ ബാക്കി. അപ്പം അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കും. ശ്രീഹരിക്ക് റാഗിപ്പുട്ടുമാണ്. അപ്പോൾ പിന്നെന്താ, നമുക്ക് പയറുകറി ഉണ്ടാക്കാൻ ആവശ്യത്തിന് തേങ്ങയും ചെറിയുള്ളിയും ശകലം ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പയർ ഏകദേശമൊക്കെ വെന്തു വരുന്നുണ്ട്. ഇങ്ങനെ ഞെക്കി നോക്കിക്കഴിയുമ്പോൾ വേഗം തന്നെ അത് നമ്മൾ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ വെന്ത് കിട്ടും. കുക്കറിൽ വേവിക്കണമെന്നില്ല. അപ്പം ഞാനിനിയും തേങ്ങ അങ്ങ് അരച്ച് വെക്കാം. അപ്പം നമ്മുടെ പയറിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് അത് തുറന്ന് വെച്ച് ആ വെള്ളം കുറച്ചൊന്ന് വറ്റിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് തുറന്ന് വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് പുട്ടിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒരു കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ചൂടാവട്ടെ, ആവിയൊക്കെ വരട്ടെ. എന്നിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി അതിലേക്ക് വെക്കാം. അപ്പം ശകലം തേങ്ങ ചേർക്കണം. റാഗിപ്പുട്ടിനും ചിലർക്ക് തേങ്ങ ചേർക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് പുട്ടിനും ഇടിയപ്പത്തിനൊക്കെ തേങ്ങ ചേർക്കുന്നതാണ് ഇഷ്ടം. അപ്പം തേങ്ങ ചേർത്ത് നമ്മുടെ പുട്ട് സാധാരണ പുട്ട് വയ്ക്കുന്ന പോലെ അതിനകത്തേക്ക് ആക്കി വെക്കാം. അപ്പം പയർ അവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പയർ നമ്മുടെ അരപ്പും കൂടെ ചേർക്കാൻ സമയമായിട്ടുണ്ട്.
അപ്പം നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ നോക്കിയത്. അപ്പം ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുത്തിട്ട്. അപ്പോൾ കുക്കറിലല്ലാത്തത് കൊണ്ട് ഇത് കണ്ടമാനം അങ്ങ് വെന്ത് കുഴഞ്ഞു പോകത്തില്ല. കുക്കറിലാണെങ്കിൽ കുറച്ച് നമ്മൾ വിസിലടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെന്ത് ഇച്ചിരി ഒന്ന് കുഴഞ്ഞു വരുമല്ലോ. നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ അത്രയും വെന്ത് കുഴഞ്ഞു വരത്തില്ല. അപ്പം അങ്ങനെ ഇച്ചിരി വെന്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമാണ്. പയർ കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ പുട്ടിൻ്റെ കൂടെയൊക്കെ വെക്കുമ്പം കുറച്ചൊന്ന് വേകുന്ന ഇഷ്ടം. അപ്പോൾ ഞാനൊന്ന് ഉടച്ചും കൂടെ കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ താളിക്കാനൊന്നും പോയില്ല. അപ്പം നമ്മുടെ പയറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുമില്ല. ഇനിയിപ്പം റാഗിപ്പുട്ടും ആവിയൊക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് ആദ്യം ആവി വന്നു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ആവി കയറ്റണം. അത് കഴിയുമ്പോഴത്തേനും അപ്പോൾ അതും റെഡിയാവും. ഇനി നമുക്ക് എൻ്റെ അരിപ്പുട്ടും കൂടെ അത് ഓൾറെഡി നനച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ട് അതങ്ങ് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ റാഗിപ്പുട്ടും പയറുകറി റെഡിയായി. അപ്പം പയറുകറി ഇപ്പോൾ എടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളത്തിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വെച്ച ഉടനെ എടുത്തതാണ്. ഇനിയും ഞാനിത് എൻ്റെ അരിപ്പൂട്ട് വെച്ച് കുറച്ചൊന്ന് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ്, കുറച്ച് ലേറ്റായിട്ടാണ് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴത്തേനും ഇതങ്ങ് കുറച്ച് കുറുകിപ്പോയി നമ്മുടെ പയറുകറി. അത്രയും വെള്ളമില്ല. പക്ഷേ കുഴപ്പമില്ല. പുട്ടിൻ്റെ കൂടെ എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടം. അത്തിരി അങ്ങ് വെള്ളം വേണമെന്നൊന്നുമില്ല, പയറല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.